No, managing moderators to support our channel is ഈ പ്രസ് മീറ്റ് കന്യാകുമാരി ജില്ലയിൽ നടക്കുന്ന കർമ്മയോഗിനി സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രസ് മീറ്റാണ്. പഴയ തിരുവിതാംകൂറിന്റെ ഭാഗമായ കന്യാകുമാരി മലയാള തനിമയും പ്രത്യേകിച്ച് അധികമായിട്ടുള്ള മലയാളികളും വസിക്കുന്ന ഒരു ഭാഗവും കൂടിയാണ് കന്യാകുമാരി ജില്ല. അവിടെ നടക്കുന്ന ഈ പ്രോഗ്രാം ഒരു 50,000 സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു വിശേഷമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ 50,000 സ്ത്രീകളും തമിഴ്നാടിന്റെ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് കന്യാകുമാരി ജില്ലയിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇതിന്റെ ഉദ്ദേശവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ പ്രസ് മീറ്റ് അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിന്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ 50,000 സ്ത്രീകളുടേതായിട്ടുള്ള ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെയും ആത്മവിശ്വാസം സ്ത്രീകൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് ഈ പ്രോഗ്രാമാണത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, കന്യാകുമാരി ജില്ല ഒരു സ്ത്രീയുടെ പേരിലാണ്, ദേവിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ ജില്ലയിൽ നടക്കുന്ന ഈ പ്രോഗ്രാം വിശേഷിച്ച് കർമ്മയോഗിനിയായ അമ്മയുടെ സാന്നിധ്യത്തിൽ സമാജ പരിവർത്തനത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ച് നമ്മുടെ ഭാരതത്തിൽ ഒരു മാറ്റത്തെ കൊണ്ടുവന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നൂറ്റാണ്ടോടുകൂടി, ശതാബ്ദിയോടുകൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമും കൂടെയാണ്. അതിൽ നമ്മുടെ സർക്കാർ വിഭാഗമായിട്ടുള്ള ദത്താത്രേയ പ്രൊഫസറുകളെയും മറ്റു പല വിശിഷ്ട വ്യക്തികളും അതേപോലെ പല പ്രമുഖരായിട്ടുള്ള വിവിധ രംഗത്ത് മുദ്ര പതിപ്പിച്ചിട്ടുള്ള പല സ്ത്രീകളും അവരുടെ ഒരു സാന്നിധ്യം അതിലുണ്ടാകുന്നതാണ്. ഈ പ്രോഗ്രാമിനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് ശ്രീ അഞ്ജന, അവർ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ സ്ത്രീ മഹിളാ സമന്വയത്തിന്റെ ഉത്തരവാദിത്വം എടുക്കുന്ന പ്രാന്തത്തിന്റെ ചുമതലയുള്ള സ്ത്രീ ഉള്ളവരാണ്. അടുത്തത് ശ്രീ വിജി തമ്പി, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഇവിടെ എല്ലാവർക്കും പരിചിതനാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്. പല ആധ്യാത്മിക കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ പങ്കെടുപ്പിച്ചിട്ടുള്ള മഹത് വ്യക്തിയും കൂടെയാണ്. അതേപോലെ ശ്രീകലാദേവി, അവരും ഇവിടുത്തെ മഹിളാ സമന്വയം പ്രത്യേകിച്ച് സ്ത്രീകൾ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരിവിടുത്തെ ഈ ഡിസ്ട്രിക്റ്റിന്റെ ഉത്തരവാദിത്വമാണ്. ഗായത്രി സുബ്രഹ്മണ്യം, അവർ പ്രശസ്ത നർത്തകിയാണ്. അതേപോലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ശ്രീ ശാന്തി ദേവി, അവരും വന്നിട്ട് ഈ ഹിന്ദു സ്പിരിച്വൽ ആൻഡ് സർവീസ് ഫെയറിന്റെ ഉത്തരവാദിത്വത്തിലുള്ളവരുമാണ്, അഡ്വക്കേറ്റുമാണ്. അതേപോലെ ശ്രീ ആണ്ടാൾ ചൊക്കലിന്, നമ്മുടെ ഈ കർമ്മയോഗിനി സംഗമത്തിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ്. ഇതിലേക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടുത്തെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ് ആണ്. അത് മാത്രമല്ല, തിരുച്ചെന്തൂർ, കന്യാകുമാരി കേന്ദ്രീകരിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളുടെയും പല വിധത്തിലുള്ള പ്രവർത്തനത്തോട് തന്നെ പങ്കെടുപ്പിച്ചിട്ടുള്ള ആളും കൂടെയാണ്. അദ്ദേഹം ഒരു വലിയ വാസ്തു വിദഗ്ധനാണ്. ഈ കർമ്മയോഗിനി സംഘത്തിന്റെ സംഘാടക സമിതിയുടെ പ്രസിഡന്റുമാണ്. ബാക്കി കാര്യങ്ങൾ അവരെ അവതരിപ്പിക്കുന്നതാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കേൾക്കുന്നുണ്ടോ? ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ശ്രീ ബഹുമാനായ പത്മകുമാർക്ക് പറഞ്ഞതുപോലെ കേരളത്തിന് പ്രത്യേകിച്ച് തിരുവിതാംകൂറിന് വളരെ അഭേദ്യമായ ബന്ധമാണ് കന്യാകുമാരിയുമായിട്ടുള്ളത്. കന്യാകുമാരിയിൽ മാർച്ച് 2-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 50,000-ത്തിലധികം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ വനിതാ സംഗമം നടക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്തുനിന്നും നിരവധി വനിതകൾ, ആയിരക്കണക്കിന് വനിതകൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും. ആ സമ്മേളനത്തിന്റെ
വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുൻപാകെ ഈ സമ്മേളനത്തിന്റെ വിവരങ്ങൾ നിങ്ങളുടെ മുൻപാകെ വെക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3-4 പശ്ചാത്തലത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഒന്ന്, അഹല്യാബായി ഹോൾക്കറുടെ ത്രിശതാബ്ദിയാണ്, 300-ാം ജന്മവാർഷികമാണ്. അത് ഭാരതം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായിട്ട് അഹല്യാബായി ഹോൾക്കർ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴും എന്തൊക്കെയോ കാരണങ്ങളാൽ ദക്ഷിണേന്ത്യക്ക് അഹല്യാബായി ഹോൾക്കർ അത്ര പരിചിതയല്ല. പക്ഷേ അഹല്യാബായി ഹോൾക്കറുടെ ചരിത്രം നോക്കുമ്പോൾ ഈ ഇന്ത്യയുടെ ഒരു വലിയ സമഗ്രമായ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഭരണ പരിവർത്തനത്തിനും ആധ്യാത്മിക മുന്നേറ്റത്തിനും ഒക്കെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ഒരു വനിതാ ഭരണാധികാരി ആയിരുന്നു അഹല്യാബായി ഹോൾക്കർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. രാമേശ്വരം മുതൽ തെക്ക് രാമേശ്വരം മുതൽ വടക്ക് ബദ്രിനാഥൻ വരെയും അങ്ങ് പടിഞ്ഞാറ് സോമനാഥ് മുതൽ കിഴക്ക് ജഗന്നാഥപുരി വരെയുള്ള ഭാരതത്തിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാരണത്തിനും പുനരുജ്ജീവനത്തിനും മുൻകൈ എടുത്ത് പ്രവർത്തിച്ച, അതോടൊപ്പം തന്നെ ഭരണപരമായിട്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് അഹല്യാബായി ഹോൾക്കർ. അവരുടെ 300-ാം ജന്മശതാബ്ദി ഭാരതത്തിലെമ്പാടും ആഘോഷിക്കുകയാണ്. വനിതാ ശാക്തീകരണ പ്രവർത്തനത്തിന് അഹല്യാബായിയോളം നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വം ഭാരതത്തിൽ മറ്റുണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അവരുടെ ജീവചരിത്രം അതിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ മഹേശ്വരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ അത് ഇന്നും വളരെ പ്രശസ്തമാണ്. നർമ്മദയുടെ തീരത്ത് വസ്ത്ര വ്യാപാര രംഗത്ത് ഇന്നും തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന മഹേശ്വരി ബ്രാൻഡ് അത് അഹല്യാബായി ഹോൾക്കറുടെ സംഭാവനയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന്, പെൺകുട്ടികളുടെ ഉന്നമനത്തിന്, തടവുകാരുടെ പുനരധിവാസത്തിന്, അങ്ങനെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇത്തരത്തിൽ ഒരു വലിയ വ്യക്തിത്വമായിട്ടുള്ള അഹല്യാബായി ഹോൾക്കറെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്വവും ഒരു പശ്ചാത്തലവും ഈ സമ്മേളനത്തിനുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ വൈഭവത്തിന്, ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് എന്നും ചുക്കാൻ പിടിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം RSS അതിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലം കൂടി, സംഘത്തിന്റെ 100-ാം വാർഷികത്തിന്റെ ആഘോഷത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി ഈ വനിതാ സമ്മേളനത്തിനുണ്ട്. അതുപോലെ തമിഴ്നാട്ടിന്റെ വനിതാ ശാക്തീകരണത്തിന് ഒരു വലിയ മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വൈഭവശ്രീ എന്ന് പറയുന്നത്. അത് സേവാഭാരതിയുടെയൊക്കെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടുവാനും അല്ലെങ്കിൽ അംഗീകാരം കിട്ടുവാനും സമൂഹത്തെ ആർജവത്തോടെയും അഭിമാനത്തോടെയും നോക്കി കാണാനുള്ള കരുത്ത് സ്ത്രീകൾക്ക് കൊടുക്കുക, ഇതാണ് വൈഭവശ്രീയുടെ ഉദ്ദേശം. അപ്പോൾ ആ വൈഭവശ്രീയുടെ സിൽവർ ജൂബിലിയുടെ ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഇത്തരം ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഭാരതത്തിന്റെ എല്ലാ കോണിലും നടക്കുന്ന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ അത് ഏറ്റവും ഭംഗിയായി തമിഴ്നാടിന്റെ മുക്കിലും മൂലയിലും എത്തണം. സ്ത്രീയുടെ കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് കന്യാകുമാരി ജില്ലയിൽ 50,000-ത്തിലധികം വനിതാ രത്നങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഈ സമ്മേളനം മാതാ അമൃതാനന്ദമയി അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് RSSന്റെ സർക്കാര്യവാഹായിട്ടുള്ള ശ്രീ ദത്താജി ഹൊസബാളയാണ്. നിഷ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ടെസ്സി തോമസ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നുണ്ടാകും. അതോടൊപ്പം ഭാരതത്തിന്റെ ആധ്യാത്മിക രംഗം തൊട്ട് ബഹിരാകാശ രംഗം വരെ സമസ്ത മേഖലയിലുമുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള നിരവധി വനിതാ രത്നങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടാകും. ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഈ സമ്മേളനത്തിനോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വനിതകളെ ആദരിക്കുന്നതിനും അവർക്ക് പുരസ്കാരങ്ങൾ നൽകുന്നതിനുമുള്ള ഒരു വേദി കൂടിയായി ഈ സംഗമം മാറുന്നുണ്ടാകും. ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിനെ സംബന്ധിച്ച അല്ലെങ്കിൽ സ്ത്രീകളുടെ കരുത്തിനെയും കഴിവിനെയും വെളിവാക്കിയിട്ടുള്ള പുസ്തകങ്ങൾ, അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ, അതിന്റെയൊക്കെ ചില എന്താ പറയാ അവിടെ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു പ്രകാശനം ഈ വേദിയിൽ നടക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ആധ്യാത്മിക മേഖലയിൽ ഔന്നത്യം പുലർത്തുന്ന വനിതാ രത്നങ്ങളെ, സന്യാസിനിമാരെ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ സമസ്ത മേഖലയിലുമുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ സർസംഘചാലക് മാന്യ മോഹൻജി ഭഗവത് എല്ലാ വിജയദശമിയും ഭൗതികിലും പറയാറുള്ളതാണ് സംഘം സർവസ്പർശിയായി മാറണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ 50% വരുന്ന വനിതകളുടെ കരുത്ത്
കരുത്തിനെയും കഴിവിനെയും കണക്കിലെടുത്തുകൊണ്ടാണ് അത് മുന്നോട്ട് സാധ്യമാവുകയുള്ളൂ. ആ സ്ത്രീ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കുക എന്ന ഉദ്ദേശമാണ് ഈ സംഗമത്തിനുള്ളത്. 50,000-ത്തിലധികം വനിതകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഒരു നല്ല പങ്കാളിത്തം ഈ സമ്മേളനത്തിന് ഉണ്ടാകും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാഞ്ചിനാടുമായി അഭേദ്യമായ ബന്ധമാണ്. തമിഴ്നാട്ടിലെ സ്ത്രീയുടെ കന്യാകുമാരി എന്ന പേരിലാണ്, ഏക ജില്ലയാണ്, വനിതാ പേരിലുള്ള ഏക ജില്ലയാണ് ഈ കന്യാകുമാരി. നമ്മുടെ തിരുവിതാംകൂറുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമാണ് കന്യാകുമാരിക്കുള്ളത്. അപ്പോൾ ഇവിടെ നിന്നൊരു ഒരു വലിയ ശതമാനം പങ്കാളിത്തം ഈ സമ്മേളനത്തിൽ ഉണ്ടാകും. ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് അത് വാർത്തകളായിട്ട്, ലേഖനങ്ങളായിട്ട് ഒക്കെ, അത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ജനങ്ങളിലേക്ക് ഈ സമ്മേളനത്തിന്റെ വിവരങ്ങൾ എത്തിക്കുവാനും ഈ സമ്മേളനത്തിനെ ഒരു വലിയ വിജയമാക്കി തീർക്കുവാനും ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഈ പ്രസ് മീറ്റിംഗിൽ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹല്യാബായി ഹോൾക്കർ എന്ന് പറയുന്ന ആ വനിതാ രത്നത്തിനെ ഭാരതത്തിന്റെ മാറ്റത്തിനും പരിവർത്തനത്തിനും വലിയ ചാലക ശക്തിയായിട്ട് നിന്ന ആ വലിയ വ്യക്തിത്വത്തിനെ സാധാരണ ജനങ്ങളിലേക്ക് അറിയിക്കാനുള്ള ഉത്തരവാദിത്വം അത് നമ്മൾ ഏറ്റെടുക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100ാം വാർഷികത്തിന്റെ ആഘോഷത്തിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ വൈഭവശ്രീ എന്ന് പറയുന്ന സ്ത്രീ ശക്തീകരണ പ്രവർത്തനത്തിന് ഒരു വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന വൈഭവശ്രീയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളെ കുറിച്ച് ജനങ്ങളിൽ എത്തിക്കണം. ഇനി തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന ശക്തീകരണ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കണം. ബാക്കി കാര്യങ്ങൾ വിജി തമ്പി ചേട്ടൻ പറയും. ശ്രീ വിജി തമ്പി VSPയുടെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനാണ്. നമസ്കാരം. കന്യാകുമാരി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും കേരളവുമായി അഭേദ്യമായ ബന്ധമാണ്. കേരളമായിരുന്നു കന്യാകുമാരി ഒരു സമയത്ത്. ഗവർണർ മുതൽ കന്യാകുമാരി വരെയാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളം. അതറിയണമെങ്കിൽ ഇന്ന് കേരളത്തിൽ നമ്മൾ കന്യാകുമാരി വരെ പോകുമ്പോൾ, കന്യാകുമാരി കഴിഞ്ഞ് തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അതിന്റെ വ്യത്യാസം പ്രകൃതിയിൽ തന്നെ അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഗോകർണം കഴിഞ്ഞ് വീണ്ടും കർണാടകത്തിലേക്ക് പോകുമ്പോൾ ആ വ്യത്യാസം അവിടെയും കാണാൻ കഴിയും. അപ്പൊ കേരളം തന്നെയാണ്, കേരളത്തിന്റെ ഭാഗം തന്നെയാണ്. സംസ്ഥാന രൂപീകരണത്തിൽ തമിഴ്നാടായെങ്കിലും കേരളം തന്നെയാണ്, കേരളമായിട്ട് തന്നെയാണ് നമ്മൾ കന്യാകുമാരിയെ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരിയിൽ നടക്കുന്ന ഈ ഒരു വലിയ സംഗമം. കാര്യം ഇത് രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകൃതമായിട്ട് 100 വർഷം പൂർത്തിയാവുകയാണ്. 1925 രൂപീകരണം ഉണ്ടായത്. 100 വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ ഒരുപാട് വലിയ വലിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വൈഭവശ്രീ കർമ്മയോഗിനി സംഗമവും നടക്കുന്നത്. 50,000-ഓളം സ്ത്രീകളാണ് അവിടെ പങ്കെടുക്കുന്നത്. മാത്രമല്ല കന്യാകുമാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഭാരതത്തെ നമ്മളൊരു വാസ്തുപുരുഷനായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ കന്യാകുമാരി എന്ന് പറയുന്നത് മൂലാധാരമാണ്, സാക്ഷാൽ കൈലാസമാണ്. അതിന്റെ ഏറ്റവും വലിയ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ സഹസ്രാരഗർഭം എന്ന് പറയുന്നത് കൈലാസമാണ്. മൂലാധാരം എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പല പല മൂകാംബിക, അതുപോലെ ഹേമാംബിക, ലോകാംബിക, അതുപോലെ ബാലാംബികയാണ് സാക്ഷാൽ കന്യാകുമാരി ദേവി. ആ കന്യാകുമാരി അമ്മയുടെ ആ തിരുനടയിൽ, ആ കന്യാകുമാരിയിൽ വെച്ച് നടക്കുന്ന ഈ സംഗമം ഇത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. കാരണം ഇത്രയും സ്ത്രീകൾ ഒന്നിച്ചു പങ്കെടുക്കുന്നത്, പ്രത്യേകിച്ചും അഹല്യാബായി ഹോൾക്കർ എന്ന് പറയുമ്പോൾ അവർ ഒരു സ്ത്രീ രക്തമായിരുന്നു. നമുക്കിപ്പോ നമ്മൾ എടുത്തു പറയുന്നത് നമ്മൾ ഝാൻസി റാണിയെ കുറിച്ചാണ്. ഝാൻസി റാണിക്കൊപ്പം തന്നെ നിർത്താൻ പറ്റുന്ന ഒരു സ്ത്രീ രത്നമായിരുന്നു അഹല്യാബായി ഹോൾക്കർ. പക്ഷെ വേണ്ട രീതിയിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ അഞ്ജലി ദേവി പറഞ്ഞതുപോലെ കേരളത്തിലോ ഈ നമ്മുടെ ഈ മറ്റു സംസ്ഥാനങ്ങളിലോ, നമ്മുടെ ഇവിടെയുള്ള സംസ്ഥാനങ്ങളിലോ അത്രത്തോളം അവർക്കൊരു പ്രസിദ്ധി കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മളെല്ലാം ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രധാന ക്ഷേത്രം എന്ന് പറയുന്നത് കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം പോലും പുനരുദ്ധാരണം ചെയ്തത് അഹല്യാബായി ഹോൾക്കറാണ്. അതുപോലെ എത്രയോ ക്ഷേത്രങ്ങൾ, എത്രയോ അതായത് മുഗൾ സാമ്രാജ്യകാലത്ത് നശിക്കപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങളെ പുനരുദ്ധീകരിച്ചത് അഹല്യാബായി ഹോൾക്കറാണ്. അപ്പൊ അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അഹല്യാബായി ഹോൾക്കറിന്റെ ഒരു എന്താ പറയാ അമ്മ പങ്കെടുക്കുന്നത് തന്നെ അഹല്യാബായി ഹോൾക്കറുടെ ഇതിന്റെ പാറ്റേണാണ് അമ്മ.
അമ്മയാണ് ആര്യാബായ് ഹോൾക്കർ ആൾ ഇന്ത്യ സെന്റനറി സെലിബ്രേഷൻ കമ്മിറ്റിയുടെ പേരനാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മ പങ്കെടുക്കുന്നത്. അമ്മയുടെ ക്യാമ്പസിൽ വെച്ച് തന്നെയാണ് കന്യാകുമാരി പരിപാടി നടക്കുന്നത്. അമ്മയായിരിക്കും എല്ലാത്തിനും നേതൃത്വം നൽകുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 51 സന്യാസിനിമാരെ അവിടെ വെച്ച് ആദരിക്കുന്നു, കാൽവഴി പൂജിക്കുന്നു. അത് സന്യാസിനിമാരെ 51 സന്യാസിനിമാർ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോട് എത്തുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അമ്മയുണ്ട്. അമ്മയോടൊപ്പം തന്നെ നമ്മുടെ RSSന്റെ ദത്തത്തെ ഹോസ്പിറ്റൽ സർക്കാരിയാവാഹം അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിസൈൽ വീണെന്ന് അറിയപ്പെടുന്ന ഡോക്ടർ ടെസി തോമസ് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ സുധ ശേഷൻ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാം പരിചിതയായ യൂട്യൂബിലെല്ലാം വളരെ പരിചിതയായ ശ്രീമതി വിശാഖ ഹരി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഇതല്ലാതെ ഇനി ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു വലിയ വിജയമാക്കി തീർക്കുക. കാരണം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം, സ്ത്രീ പ്രാതിനിധ്യം അവിടെ എത്തണം. കാരണം കേരളം തന്നെയാണ് കന്യാകുമാരി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തഞ്ചേരി പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തു നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും എത്തണം. അപ്പൊ അത് അവരിലേക്ക് എത്തിക്കാനും ഇതിന് ഒരു പ്രചരണം നൽകാനുമാണ് ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പ്രിന്റ് മീഡിയയും അതുപോലെ തന്നെ നമ്മുടെ ചാനലുകളും ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ പ്രസ് മീറ്റ്. ഇതിൽ എന്തെങ്കിലും ഇനി അധികം സംശയങ്ങളുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാം. നമസ്തേ. ചോദിക്കണമെങ്കിൽ ചോദിക്കാം. Namaste. Shall I use the medium of English to express this? Karma Yogini. Who is a Karma Yogini? All women are Karma Yoginis, but all are unrecognized. Even the Satsang Jalak or even a person who is highly involved in RSS or a Pracharak is also a Karma Yogi, but not recognized properly. So here Sri Mata Amritanandamayi, who is the Karma Yogini of all Karma Yoginis, is representing this organizational celebration. That is really a very, very welcoming thing for all the Indians, especially the Indian women. How many of the Indian women are really respected? Though we have all the reservations here, we are not respected enough. We have a lot of reservations, we have a lot of conservations, we have a lot of projects. But these projects are not implemented anywhere. At least in political form, we expect to get implemented for the welfare of women. We all preach about women welfare. Where is women recognized properly? Mata Amritanandamayi Devi, she is a great renowned saint. More than a saint, she had worked a lot for the social reforms of India. But how many of us has really recognized Sri Mata Amritanandamayi? Did she get even a Padma Bhushan, a Padma Shri or a national reward? We all want that in this forum. Please recognize at least a lady who came from a very lower strata of society and she is performing that much still a man cannot do. Please beware. All women are 16 times more than a man and she is enormous. So we heartily request the central government, the state government and all the people of India to recognize at least a woman. Yes, about the Karma Yogini, we are talking, she is a Karma Yogini, she is a Karma Yogini and she should be recognized. All the best. About the Karma Yogini as we say, all women are Karma Yoginis, all have to be recognized properly. Thank you. അറിയാനുള്ള പരിപാടിയെ കുറിച്ച് തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പങ്കാളിത്തം ഉണ്ടാകും. പക്ഷേ ദക്ഷിണ തമിഴ്നാടാണ് കൂടുതലായി കേന്ദ്രീകരിക്കുന്നത്, വിശിഷ്യ കന്യാകുമാരി ജില്ല. അപ്പൊ കന്യാകുമാരി ജില്ലയിലെ
നിന്നാണ് ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകുന്നത്. എല്ലാ പഞ്ചായത്തിൽ നിന്നും വനിതാ പങ്കാളിത്തം ഉണ്ടാകും. ഭാരതത്തിന്റെ എല്ലായിടത്തു നിന്നും ആൾക്കാരുണ്ടാകും. പക്ഷെ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉണ്ടാവുക തമിഴ്നാട്ടില് കന്യാകുമാരി ജില്ലയിൽ നിന്നായിരിക്കും. 20 സിൽവർ ജൂബിലി സെലിബ്രേഷൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലും എന്താവശ്യമുണ്ടെങ്കിലും സഹായിക്കുന്ന ഒരു സംഘടനയാണ് വൈഭവശ്രീ. അവർ 25 വർഷമായിട്ട് തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുകയാണ്. അതിന്റെ 25ാം വാർഷിക ആഘോഷത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കർമ്മയോഗിനി സംഗമം സംഘടിപ്പിക്കുന്നത്. ഒരു ദിവസത്തില വൈകുന്നേരമാണ്. അമൃത യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് പരിപാടി നടക്കുന്നത്. ഏതാണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു നല്ല റിസപ്ഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ പ്രവർത്തനം നടത്തുന്നത്. അവരുടെ ഒരു ആഗ്രഹവും ആവശ്യവുമാണ് തിരുവനന്തപുരത്തിനെ കൂടി ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണം. തിരുവനന്തപുരത്ത് നിന്ന് ഒരു വലിയ പങ്കാളിത്തം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെ കണ്ട് സഹായം അഭ്യർത്ഥിക്കണം എന്നത് അവിടുത്തെ ഒരു റിസപ്ഷൻ കമ്മിറ്റിയുടെ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. അപ്പൊ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അഹല്യാബായി ഹോൾക്കറെ സമൂഹത്തിലേക്ക് അറിയിക്കാനുള്ള ഒരു പ്രവർത്തനം മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. RSSന്റെ 100ാം വാർഷികത്തിനെ അർഹിക്കുന്ന എല്ലാ തരത്തിലുള്ള അനുമോദനങ്ങളോടും കൂടിയും ആ വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മാധ്യമ പ്രവർത്തകരുടെ സഹകരണം ഉണ്ടാകണമെന്നും ഈ വൈഭവശ്രീയെ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേജ് ഞങ്ങൾക്ക് വേണ്ടി കൂടി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക്സ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വിഹിതമായ നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാം കവർ ചെയ്യാൻ വേണ്ടി വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും സംഘാടകരുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം കർമ്മയോഗിനി സംഗമം വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടിയിട്ട് ഭംഗിയായി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം കൂടി ഉണ്ടാവണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ ഈ വേദിയെ സമ്പുഷ്ടമാക്കിയ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സംഘാടകരുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണം. ഈ മേഖലയിലും സ്ത്രീ ശക്തിയാണ്, അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ശക്തി ഓരോരോ മേഖലകളിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഈ നോട്ടീസ് വായിച്ചാൽ തന്നെ അറിയാം. ഇതിനുള്ളിലുള്ള സംഘാടകരുടെ പേരുകൾ കണ്ടാൽ തന്നെ അറിയാം. സ്ത്രീ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയല്ലെന്നും അവൾ ശക്തിയാണെന്നും നമ്മുടെ ഭാരതീയ സങ്കല്പം അനുസരിച്ചിട്ട് സ്ത്രീയോടൊപ്പം തന്നെയാണ് പുരുഷനും. അർദ്ധനാരീശ്വര സങ്കല്പവും നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തൊക്കെയോ പ്രത്യേക സാഹചര്യങ്ങളാൽ മാറിപ്പോയി, അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളതാണ്. ഇതിനൊരു മറുമരുന്നായിട്ട് അല്ലെങ്കിൽ അതിനൊരു ഇതായിട്ടാണ് ഈ കർമ്മയോഗി സംഗമം സംഘടിപ്പിക്കുന്നത്. സ്ത്രീകളുടെ ശക്തി തിരിച്ചറിയാനും അവയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നമാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും ചായ വിളി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കഴിക്കണം.